ജോൺ ബ്രിട്ടാസ് എന്ന CPIM-ന്റെ MP ലോക്സഭയിൽ ഉന്നയിച്ച കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ഒരു വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ പിന്തുണ. ആരുടെ? സാക്ഷാൽ സോണിയാഗാന്ധിയുടെ പിന്തുണ. കേരളത്തിലെ ഒരു MP-മാർക്കും ഇതുവരെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇപ്പോൾ 18 വാഴകളുണ്ട്, അല്ലാതെ തന്നെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ വാഴകളായിട്ട് മാത്രം കാണുന്നവർ ഇതുവരെ പല വിഷയങ്ങൾ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിരന്തരം രാജ്യസഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായിട്ട് ബ്രിട്ടാസ് ഓരോ വിഷയങ്ങളും ഉയർത്തുമ്പോൾ അത് സംഘപരിവാറുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് പരിഹസിക്കുന്നവർക്ക് ഈ വാർത്തയൊന്നും കണ്ടേ. ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പണിമുടക്കുമായിട്ടും തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ആ വിഷയത്തിൽ സോണിയാഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയും ആ പ്രസംഗത്തിന് താൻ പിന്തുണയ്ക്കുന്നു എന്ന് രേഖാമൂലം സഭയിൽ അറിയിച്ചു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാതൃഭൂമിയിലൂടെയാണ്. കേട്ടെ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. കോൺഗ്രസും CPM-ഉം തമ്മിൽ ഉള്ള ശക്തമായ വാക്പോരാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. പക്ഷേ ഇതിനിടെ രാജ്യസഭയിൽ ഒരു രസകരമായ സംഭവം നടന്നു. CPM-ന്റെ ഒരു MP രാജ്യസഭയിൽ ഉയർത്തിയ വിഷയത്തിന് പിന്തുണയുമായി സോണിയാഗാന്ധി രംഗത്തെത്തി. മറ്റാരുമല്ല, ബ്രിട്ടാസിന്റെ വിഷയത്തിനാണ്. ബ്രിട്ടാസ് എങ്ങനെ ഈ സോണിയാഗാന്ധിയുടെ പിന്തുണ ആർജിച്ചു? അല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനവിടെ പ്രസംഗിക്കുന്നത് കേട്ട് അവർക്ക് അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കണമെന്നും അതിനെ പിന്തുണയ്ക്കണമെന്നും അവർക്ക് തോന്നി. അങ്ങനെ സ്വമേധയ അവർ എൻ്റെ ശൂന്യവേളയിലെ പരാമർശങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രേഖാമൂലം തന്നെ അത് രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് നൽകുകയാണ് ചെയ്തത്. സന്തോഷമുള്ള കാര്യം. എന്താ കാരണം എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ കാര്യത്തെക്കുറിച്ചും കർഷകരുടെ കാര്യത്തെക്കുറിച്ചും യുവാക്കളുടെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ അവിടെ ശൂന്യവേളയിൽ സംസാരിച്ചത്. പിന്നെ ഈ പറഞ്ഞ ഇൻഡോ US ട്രേഡ് ഡീലിനെ കുറിച്ചും. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തെക്കുറിച്ച് വലിയ മതിപ്പില്ലാത്ത കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ ആ ഒരു നടപടി നിരീക്ഷിക്കുമെന്നും അതിൽ നിന്ന് ചില പാഠം പഠിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, സാധാരണ കോൺഗ്രസ്സുകാരുടെ കാര്യങ്ങൾക്ക് പോലും സോണിയാഗാന്ധി ഇങ്ങനെ പരസ്യമായ ഒരു പിന്തുണയുമായി വരാറില്ല. അപ്പോഴാണ് ഒരു CPM മെമ്പറുടെ ഒരു CPM അംഗത്തിൻ്റെ പിന്തുണയുമായി വരുന്നത്. അതിൽ എന്തെങ്കിലും കൂടുതലായി വായിക്കേണ്ടതായുണ്ടോ? ഒന്നുമില്ല. ഞാൻ ഉയർത്തിയ വിഷയത്തോടുള്ള അവരുടെ ഒരു അടുപ്പം അല്ലെങ്കിൽ അതിനോടുള്ള അവരുടെ നിലപാട്, ആ നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. ഇപ്പം താങ്കൾ പറഞ്ഞത് ശരിയാണ്. സോണിയാഗാന്ധി അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ അംഗങ്ങൾ പറയുന്നതിനോടൊന്നും അങ്ങനെ യോജിപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല.